ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ സിലബസാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു പോമോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുക. അതുതന്നെയാണ് ആക്ടിവിറ്റി 1 ആയിട്ട് വന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ സ്റ്റോറി ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ഒന്ന് നോക്കാം. വൺസ് ദർ ലീവ്ഡ് എ ഗ്രീഡി മാൻ ഇൻ എ സ്മോൾ ടൗൺ. ഒരു ചെറിയ ടൗണിൽ ഒരു കാലത്ത് ഒരു ഗ്രീഡി മാൻ, ഗ്രീഡി മീൻസ് അത്യാഗ്രഹിയായ ഒരാൾ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി റിച്ച് ആൻഡ് ഹി ലവ്ഡ് ഗോൾഡ് വെരി മച്ച്. അയാൾ വളരെ റിച്ചാണ്, അതേപോലെ തന്നെ അയാൾക്ക് ഗോൾഡിനോട് വളരെ ഇഷ്ടവുമാണ്. ബട്ട് ഹി ലവ്ഡ് ഹിസ് ഡോട്ടർ മോർ ദാൻ എനിത്തിങ്. അയാൾ എന്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ മകളെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. വൺ ഡേ, ഒരു ദിവസം, ഹി മെറ്റ് എ ഫെയറി ഹൂസ് ഹെയർ വാസ് കോട്ട് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ബ്രാഞ്ചസിൽ ഹെയർസ് കുടുങ്ങിയിട്ടുള്ള ഒരു ഫെയറിയെ അദ്ദേഹം ഒരു ദിവസം കണ്ടു. ഹി ഹെൽപ്ഡ് ഹെർ ഔട്ട് ആൻഡ് ദ ഫെയറി വാസ് ജോയ്ഫുൾ. അയാൾ ആ ഫെയറിയെ ഹെൽപ്പ് ചെയ്യുകയും ആ ഫെയറിക്ക് സന്തോഷമാവുകയും ചെയ്തു. ഷീ റിക്വസ്റ്റഡ് ഹിം ടു ആസ്ക് എ വിഷ്. ഫെയറി അവനോടൊരു വിഷ് ചോദിക്കാൻ പറഞ്ഞു. ഹീ സൈഡ്, അവൻ പറഞ്ഞു, ഐ വിഷ് ഓൾ ദാറ്റ് ഐ ടച്ച് ഷുഡ് ടേൺ ടു ഗോൾഡ്. ഞാൻ തൊടുന്ന എല്ലാ സാധനവും ഗോൾഡ് ആവണം, അതാണ് എൻ്റെ വിഷ് എന്ന് പറഞ്ഞു. ആൻഡ് ഹിസ് വിഷ് വാസ് ഗ്രാൻഡഡ് ബൈ ദ ഗ്രേറ്റ്ഫുൾ ഫെയറി. ഗ്രേറ്റ്ഫുൾ ഫെയറി അദ്ദേഹത്തിൻ്റെ വിഷ് ഗ്രാൻഡ് ചെയ്തു കൊടുത്തു. ഓൺ ദ വേ ഹോം, അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹീ ടച്ച്ഡ് മെനി തിങ്സ് ആൻഡ് ടേൺഡ് ദം ഇൻ ടു ഗോൾഡ്. അവൻ കുറേ സാധനത്തിൽ തൊടുകയും അതെല്ലാം ഗോൾഡായി മാറുകയും ചെയ്തു. വെൻ ഹീ റീച്ച്ഡ് ഹോം, അവൻ അവൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഹിസ് ലിറ്റിൽ ഡോട്ടർ റഷ്ഡ് ടു ഗ്രീറ്റ് ഹിം. അവൻ്റെ ചെറിയ പെൺകുഞ്ഞ് അവനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഹി ബെൻഡ് ഡൗൺ ആൻഡ് ടുക്ക് ഹെർ അപ്പ് ഇൻ ഹിസ് ആംസ്. അവൻ ബെൻഡ് ചെയ്തിട്ട് അവളെ അവൻ്റെ കൈ കൊണ്ട് കോരിയെടുത്തു. സഡൻലി ഷീ ടേൺഡ് ഇൻ ടു ഗോൾഡ് സ്റ്റാച്ചു. പെട്ടെന്ന് അവൾ ഒരു ഗോൾഡ് സ്റ്റാച്ചു ആയിട്ട് മാറി. ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ക്രൈഡ് അലൗഡ്. അവൻ ഷോക്കാവുകയും കുറേ കരയുകയും ചെയ്തു. ഹി റിയലൈസ്ഡ് ഹിസ് ഫൂളിഷ്നെസ് ആൻഡ് സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഡേയ്സ് സെർച്ചിങ് ഫോർ ദ ഫെയറി ടു ടേക്ക് അവേ ഹിസ് വിഷ്. അവൻ അവൻ്റെ ഫൂളിഷ്നെസ് മനസ്സിലാക്കുകയും അവന് പിന്നീട് ആ ഫെയറിയെ കണ്ടിട്ട് ഈ വിഷ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം മൊത്തം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എന്തൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്? എ ഗോൾഡൻ ടച്ച് എന്നോ അല്ലെങ്കിൽ എ ഗ്രീഡി മാൻ എന്നൊക്കെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം അല്ലേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ആസ്ക്ഡ് ഹംബ്ലി. ഹംബിളായിട്ട് ചോദിക്കുക എന്ന മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മൾ ഈ സ്റ്റോറിയിലുണ്ട്. ഏതാണ് ആ വേർഡ്? അപ്പോൾ ആൻസറാണ് റിക്വസ്റ്റഡ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ മാൻ ഷോക്ക്ഡ്. എന്തുകൊണ്ടാണ് ആ മാൻ ഷോക്ക്ഡ് ആയത്? അപ്പോൾ എന്തുകൊണ്ടാണ്? വെൻ ഹി ടച്ച്ഡ് ഹിസ് ഡോട്ടർ ഷീ ബിക്കേം എ ഗോൾഡൻ സ്റ്റാറ്റു സോ ഹീ ഈസ് ഷോക്ക്ഡ്. അപ്പോൾ അയാളുടെ ഡോക്ടറിനെ തൊട്ടപ്പോൾ അത് എന്തായി മാറി? ഗോൾഡൻ സ്റ്റാച്ചു ആയി മാറി. അതുകൊണ്ടാണ് അയാൾ ഷോക്കായത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫെയറി. ഫെയറിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഗ്രേറ്റ്ഫുൾ ഫെയറി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി. എന്ത് മെസ്സേജാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് എന്നാണ്. അപ്പോൾ അത് കൂട്ടുകാർക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും എഴുതാം. നമുക്കൊരു മെസ്സേജ് നോക്കാം. എ ഗ്രീഡി ബ്രിങ്സ് ലോസസ് ഇൻ ലൈഫ്. ഒരു അത്യാഗ്രഹിയായ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഇതാണ് ഈ സ്റ്റോറിയിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. അടുത്ത ആക്ടിവിറ്റി 2 ആണ് ലെറ്റർ എഴുതാനാണ്. യു ഹാവ് റീഡ് ആൻഡ് എൻജോയ്ഡ് ദ സ്റ്റോറി എ ഡോൾസ് ജേർണി. അപ്പോൾ എ ഡോൾസ് ജേർണി എന്ന സ്റ്റോറി നമ്മൾ വായിക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്തതാണ് അല്ലേ. ദർ വേർ ന്യൂമറസ് ലെറ്റേഴ്സ് ദാറ്റ് കഫ്ക റോട്ട് ടു ദ ഗേൾ. അപ്പോൾ കുറച്ച് ലെറ്റേഴ്സ് കഫ്ക ആ ഗേളിന് എഴുതി കൊടുത്തു. പ്രിറ്റെൻഡിങ് ടു ബി ദ ഡോൾ. അപ്പോൾ ഡോൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ ഗേൾ ഹാസ് ഡിസൈഡഡ് ടു റൈറ്റ് എ റിപ്ലൈ ടു ദ ഡോൾ. അപ്പോൾ ഡോളിന് ഗേള് ഡിസൈഡ് ചെയ്യാണ് ഒരു ലെറ്റർ എഴുതണം എന്നുള്ളത്. അപ്പോൾ ആ ലെറ്റർ നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആർക്ക് എഴുതുന്ന ലെറ്ററാണ്? ഗേള് ഒരു റിപ്ലൈ ലെറ്ററായിട്ട് ഡോളിന് എഴുതുന്നതാണല്ലേ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ലെറ്റർ നോക്കാം. ഡിയർ ഡോൾ,
ഡോളിനെ ഗ്രീറ്റിംഗ് ചെയ്യാണ്. ഐ വാസ് സോ ത്രില്ഡ് ടു റിസീവ് യുവർ ലെറ്റേഴ്സ്. ഞാൻ നിൻ്റെ ലെറ്റേഴ്സ് ലഭിച്ചതിൽ വളരെ ത്രില്ലഡ് ആയിട്ട് നിൽക്കുകയാണ്. I couldn't believe that you were writing to me from all the amazing places you have been. നീ പോയിട്ടുള്ള എല്ലാ അമേസിംഗ് ആയ സ്ഥലത്തു നിന്നും നീ ഈ ലെറ്റർ എനിക്ക് എഴുതുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് യു ഓൺ യുവർ അഡ്വെഞ്ചേഴ്സ്. ഞാൻ നീ പോകുന്ന ആ അഡ്വെഞ്ചേഴ്സിലൊക്കെ നിൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ എം സോ ഗ്ലാഡ് യു ആർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം ട്രാവലിംഗ് ആൻഡ് മീറ്റ് യു പീപ്പിൾ. ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണ്, കാരണം നീ ഒരു വണ്ടർഫുൾ ടൈം നീ ട്രാവലിങ്ങിന് വേണ്ടിയും മറ്റുള്ള ആളുകളെ കാണാൻ വേണ്ടിയും മാറ്റിവെക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് മിസ്ഡ് യു സോ മച്ച് സിൻസ് യു ലെഫ്റ്റ് ബൈ നോവിങ് യു ആർ ഹാപ്പി മേക്സ് മീ ഹാപ്പി ടു. നീ പോയപ്പോൾ മുതൽ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, പക്ഷെ നീ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ ഞാനും വളരെയധികം ഹാപ്പിയാണ്. പ്ലീസ് കീപ് റൈറ്റിംഗ് ടു മീ ആൻഡ് ടെല്ലിംഗ് മീ ഓൾ അബൌട്ട് യുവർ ജേർണി. നീ എനിക്ക് ലെറ്റർ എഴുതുന്നത് കീപ്പ് ചെയ്യുകയും നിൻ്റെ ജേർണിയെ കുറിച്ച് എന്നോട് പറയുകയും ചെയ്യണം. ഐ കാൺ വെയിറ്റ് ടു ഹിയർ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. എനിക്ക് എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. വിത്ത് ലവ് അത് ലെറ്റർ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കിക്ക് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളും ടീഷർട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹി സെർച്ച്ഡ് എവ്രിവെയർ. അവൻ എല്ലാ സ്ഥലത്തും തിരഞ്ഞു. അറ്റ് ലാസ്റ്റ് ഹി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ഇറ്റ്. അവസാനം അവൻ അവൻ്റെ അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് മദർ. അപ്പോൾ റിക്കിയും അവൻ്റെ മദറും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗം എന്താണെന്ന് അറിയാമല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നന്നായി വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോൺവെർസേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് കോൺവെർസേഷൻ നോക്കാം. റിക്കി, മോം, ഐ കാൺ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എനിവൺ, ഐ ഹാവ് ലുക്ക്ഡ് എവ്രിവൺ. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. മദർ, ഓക്കെ, ലെറ്റ്സ് തിങ്ക്, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വോർ ഇറ്റ്. ഓക്കെ, നീ ചിന്തിക്കൂ, എന്നാണ് നീ ലാസ്റ്റ് അത് ധരിച്ചതെന്ന്. റിക്കി, ഐ തിങ്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. എനിക്ക് തോന്നുന്നു ഇത് ഇന്നലെയായിരുന്നു ഞാൻ ധരിച്ചതെന്ന്. ഐ വോർ ഇറ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയപ്പോഴാണ് ഇത് ധരിച്ചത്. മദർ, ഡിഡ് യു ടേക്ക് ഇറ്റ് ഓഫ് വെൻ യു കെയിം ഹോം. നീ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ ഇത് എവിടെയാണ് അയച്ചിട്ടത്. റിക്കി, ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇൻ ദ ലിവിങ് റൂം. എനിക്ക് തോന്നുന്നു ഞാനിത് ലിവിങ് റൂമിലാണ് വെച്ചതെന്ന്. മദർ, ലെറ്റ്സ് ഗോ ചെക്ക് ദ ലിവിങ് റൂം ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് ദർ. നീ ലിവിങ് റൂമിൽ പോയി ചെക്ക് ചെയ്യുകയും അതവിടെ ഉണ്ടോ എന്ന് നോക്കുകയും പോയിട്ട്. റിക്കി, ഓൾറെഡി ചെക്ക്ഡ് മോം ഈസ് നോട്ട് ദർ. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തു, പക്ഷേ അതവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ പാഠം നന്നായി വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ഫോർത്ത് ആക്ടിവിറ്റിയാണ് അറേഞ്ച് ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഈ ഇവൻറ്റ്സൊക്കെ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർഡർ തെറ്റിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ഓർഡർ ആക്കി എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് തിങ്സ്. റിക്കി അവൻ്റെ സാധനങ്ങളോട് ബെറ്റർ കെയർ കൊടുക്കാൻ തുടങ്ങി. റിക്കീസ് പാരൻസ് പർച്ചേസ്ഡ് ദ ബട്ട്ലർ റോബർട്ട്. ബട്ട്ലർ റോബർട്ടിനെ റിക്കിയുടെ പാരൻസ് പർച്ചേസ് ചെയ്തു. അടുത്തത് മൂന്നാമത്തേത്, റിക്കി ബിക്കെയിംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കിയോട് തന്നെ ഷെയിം തോന്നുകയാണ്, അവൻ എങ്ങനെയാണ് അവൻ്റെ ബിലോങ്ങിങ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നോർത്തിട്ട്. അടുത്തത് നാലാമത്തേത്, റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും തിരഞ്ഞു നോക്കുകയാണ്. അഞ്ചാമത്തേത്, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബർട്ട്. ബട്ട്ലർ റോബർട്ടിനെ കുറിച്ചിട്ട് റിക്കി കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് പാരൻസിനോട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓർഡർ ആക്കി നോക്കാം. ഇത് ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തേത് എന്താണ്, റിക്കീസ് പാരൻസ് പർച്ചേസ്ഡ് ദ ബട്ട്ലർ റോബർട്ട്. രണ്ടാമത്തേത്, റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. 3, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബർട്ട്. നാലാമത്തേത്, റിക്കി ബിക്കെയിംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അഞ്ചാമത്തേത് അവസാനത്തേതാണ്, റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഫോർ ഹിസ് തിങ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓർഡർ ആക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ഓർഡർ ആക്കിയിട്ട് ഇവൻറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. അടുത്തത് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം.
ആക്ടിവിറ്റി 5 എഡിറ്റ് ദ ഫോളോവിങ് പാസേജ്. ഈ പാസേജ് നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തെറ്റുള്ള ഭാഗങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ മാത്രം നമ്മൾ മിസ്റ്റേക്സ് തിരുത്തിയാൽ മതി. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. സം വൺ അവിടെ നമുക്ക് തെറ്റ് തിരുത്താനുണ്ട്. ഗേവ് മീ എ ചെക്ക് ബുക്ക് ബൈ എന്നുള്ളടത്തുണ്ട്. എ ലിറ്റിൽ വിൻഡോ ആൻഡ് സം വൺ എൽസ് ബിഗൻ ടെല്ലിങ് ടു ഹൗ എന്നുള്ളടത്ത് തെറ്റുണ്ട്. റൈറ്റ് ഇറ്റ് ഔട്ട്. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തിങ്കിൻ്റെ അവിടെ തെറ്റുണ്ട്. ദാറ്റ് ഐ വാസ് എ മില്യണയർ തെറ്റാണ്. ഹൂ ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. അപ്പോൾ അവിടെയൊക്കെയാണ് തെറ്റുകളുള്ളത്. നമുക്കത് തിരുത്തി നോക്കാം. സമ്മണിൻ്റെ അവിടെ എന്താണ് തെറ്റ്? ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ, ബട്ട് അവിടെ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് എഴുതണം. അടുത്തത് ബുക്ക് ബൈ എ ലിറ്റിൽ. അവിടെ എന്താണ് തെറ്റ്? ബുക്ക് ബൈ എന്നല്ല പറയുക, ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ എന്നാണ് പറയുക. അടുത്തത് ടെല്ലിങ് ഹൗ ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, ഹൗ ടു എന്നാണ് വരിക, അല്ലാതെ ടു ഹൗ എന്നല്ല വരിക. ഓക്കെ, അടുത്തത് ബാങ്ക് തിങ്ക് ദാറ്റ് ഐ വാസ് അല്ല വരിക, ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ്. ഓക്കെ, അപ്പോൾ മില്യണയറിൻ്റെ അവിടെ തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. മില്യണയറിന് അവിടെ ഒരു എയുടെ കുറവും കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാസേജ് തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറയുക. നല്ല ശ്രദ്ധിച്ച് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 5 ആക്ടിവിറ്റിയൊക്കെ ആയിരിക്കും എക്സാമിന് തരിക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇംഗ്ലീഷ് എക്സാമിനുള്ള എല്ലാ പാഠങ്ങളും കൂട്ടുകാർ നന്നായി വായിച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോവാൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.